ജനിച്ചു. എന്തു കുട്ടിയാ? കുട്ടിയാ. സന്തോഷം സന്തോഷം. എന്ത് നോക്കിയിരിക്കുന്ന എടുക്ക്. അല്ല ശിവശങ്കര കൗണ്ടറെ, ഒരു പെൺകുട്ടി ജനിച്ചാൽ തന്നെ അവളെ ഇല്ലാതാക്കുന്ന കാലമായത്. അങ്ങനെ ഉള്ളപ്പോ മൂന്നാമതൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മധുരം വിളമ്പുകയാണോ? മൂന്നാമത്തേന്നല്ല, 5ാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൂ. നോക്ക്, പെൺകുട്ടികള് അവസാന കാലം വരെ കൂടെ ഉണ്ടാവും. ആൺകുട്ടികള് പണത്തിന്റെ പിന്നാലെ പോകുന്നവരാ. അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികള് സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കണ്ണീര് കുടിപ്പിക്കും. അതിനും കൊടുക്കോ മധുരം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അപശകുനമായി സംസാരിക്കുന്നു. താൻ മിണ്ടരുത്. പറയേ, അപ്പോഴും മധുരം വിളമ്പോ നിങ്ങള്? അവനെന്നെ എന്ത് ചെയ്യുമെന്നാ? കൊന്നു കളയോ? വലിയ മനുഷ്യനല്ലേ, ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ്? ഗൗണ്ടറിന്റെ നല്ല മനസ്സായതുകൊണ്ട് നിന്റെ കാത് മാത്രമേ അടുത്തുള്ളൂ. ആ സ്ഥാനത്ത് ഞാൻ ശരിക്കും അറിയേണ്ടത് നാവാ. കൗണ്ടർ കാതല്ല. അത് പോട്ടെ, വിടറാ. എന്റെ ചെവിയല്ലേ പോയുള്ളൂ, ജീവൻ പോയില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഈ കൗണ്ടറിന് സംഭവിച്ച എന്ത് ചെയ്യുമെന്ന് പറയടാ. ഒരുപക്ഷെ നീ പറയുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗൗണ്ടർ സ്വന്തം ചെവി മുറിച്ചിട്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കൂടാ. ഞങ്ങളുടെ ഗൗണ്ടറുടെ വാക്ക് വാക്കാടാ. ലക്ഷ്മി വരുന്നു. എന്താ വിളിച്ചേ? ഐശ്വര്യയോട് ഈ തോക്കിലിടാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് വരാൻ പറ. അവള് കുളിച്ചോണ്ടിരിക്കുക, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മാവാ, അകത്തേക്ക് വാ. എന്താ കൗണ്ടറെ, വീട്ടിലൊരു ഉത്സവ പ്രതീതിയൊക്കെ വന്നല്ലോ. കൊറേ നാള് കൂടിയാണല്ലോ പെൺമക്കളൊക്കെ വീട്ടിലേക്ക്. അങ്ങനെ പതിവായിട്ട് വരാൻ പറ്റുമോ? എന്നും വരാൻ എന്റെ മരുമക്കൾക്ക് പണിയൊന്നുമില്ലെന്നാണോ താൻ കരുതിയത്? ഓഹോ. മൂത്ത മരുമകനെ തീവണ്ടി ഓഫീസിലാ ജോലി. അവിടെ കൽക്കരിവാറിലല്ല, ടിക്കറ്റ് കൊടുക്കല പണി. 2ാമത്തെ മരുമകനോ ഡോക്ടറാ. ചന്തയിൽ ലേഹ്യം വിൽക്കുന്ന വൈദ്യനല്ല, സിറ്റിയിൽ സ്വന്തമായി ക്ലിനിക് ഉണ്ട്. എന്റെ ഭാഗ്യം, 2 പെമ്മക്കളെയും മാന്യമായി കെട്ടിച്ചു വിടാൻ കഴിഞ്ഞു. ഇനി ഒരുത്തി കൂടിയുണ്ട്. അവളെയും കൂടി നല്ല രീതിയിൽ കെട്ടിച്ചയച്ചാൽ മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ. അച്ഛാ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. അല്ല കൗണ്ടറെ, മോളെ എത്രാം ക്ലാസ്സിലാണ് ആവോ? അവള് +1. ഓ, +1 മധുര 17ന്റെ വക്കത്താ. സൂക്ഷിക്കേണ്ട പ്രായമാണ് കേട്ടോ.